പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഓരോ ആവശ്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നു. അനർത്ഥങ്ങളിൽ നമ്മളെ വിടുവിച്ചു, രോഗങ്ങളിൽ നമ്മളെ വിടുവിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കൂട്ടായിട്ടിരുന്നതിനെ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന്, സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ. ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ നമുക്ക് പറയുവാൻ എന്തെങ്കിലും ഉണ്ടോ? ദൈവകൃപയാൽ സ്വസ്ഥമായി ഉറങ്ങിയതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് നമ്മൾ കിടന്നുറങ്ങി കർത്താവ് നമ്മളെ ഉണർത്തിയത്. നമ്മളെപ്പോലെ ഉറങ്ങി അനേകർ എഴുന്നേൽക്കാൻ കഴിയാതെ പോയപ്പോൾ ദൈവകൃപയാൽ നമ്മളെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. 136-ാം സങ്കീർത്തനം പറയുന്നത് പോലെ കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ നല്ല കർത്താവിനെ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, ചെങ്കടലിന്റെ മധ്യത്തിൽ വഴി തുറന്നു കൊടുത്തവനെ, ആകാശത്തു നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത നമ്മുടെ നല്ല കർത്താവ് കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരും ഒരു ശബ്ദത്തിൽ പറഞ്ഞേ, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. വൺ മോർ ടൈം, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങളെ കഴിഞ്ഞ ദിവസക്കാലം കാത്തുപരിപാലിച്ചതോർത്ത് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കാത്തുപരിപാലിച്ചതോർത്ത് സ്തോത്രം 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 സ്തോത്രം. ഈ മാസത്തിൻ്റെ ആദ്യത്തെ 6 ദിവസങ്ങൾ അത്ഭുതമായി ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സിൻ്റെ ഈ മാസത്തിൽ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ വ്യക്തിപരമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ വലിയ കൃപ വ്യാപരിക്കണമേ. ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. കർത്താവിൻ്റെ മഹിമ ഓരോരുത്തരും ജീവിതത്തിൽ മാനിഫെസ്റ്റഡ് ആകട്ടെ. രോഗികളായി ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക, സ്വസ്ഥമാവുക, പൂർണ്ണ ബലം പ്രാപിക്കുക. അതുകൂടാതെ കർത്താവെ, ആമേൻ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലായ്മ, ഇതൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവ് വിടുവിപ്പാൻ ശക്തനാകിയാൽ സ്തോത്രം. വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തനാകിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ ഇന്ന് പൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമായി, അതുപോലെ വിടുവികൾ നടന്നു കഴിഞ്ഞതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആമേൻ ആമേൻ. കർത്താവിന് അങ്ങനെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ അവരെയൊക്കെ പൊതിയണമേ. കർത്താവിൻ്റെ രക്തം കൊണ്ട് മറയ്ക്കണമേ. രാജ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ സംഭവിക്കട്ടെ. ആ കൊടിയ കാറ്റ് വീശട്ടെ. ആമേൻ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആത്മാവിൻ്റെ കാറ്റ് വീശട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിപ്പാൻ ശക്തനാകിയാൽ സ്തോത്രം. അതുപോലെ അഡിക്ഷനുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഏത് വിധത്തിലുള്ള അഡിക്ഷനുകളാണെങ്കിലും അത് ദൈവികമല്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ, അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ റിമൂവ് ചെയ്യുന്നു. അത്ഭുതകരമായ വിടുതൽ കൊടുത്തതിന് സ്തോത്രം. കർത്താവ് ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. തക്ക സമയത്ത് എല്ലാവരും പങ്കെടുക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇന്ന് നമ്മുടെ ജഡീകമായ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ ജഡീകമായ മോഹങ്ങളെ അതിജീവിക്കുവാൻ
നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ഒരു വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജഡാഭിലാഷങ്ങളെ ജയിക്കുവാൻ നമ്മളെ സഹായിക്കും. അതാണ് ഗലാത്യ ലേഖനം 5:16 പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ആത്മാവിൻ്റെ നിയോഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജഡീകമായ അഭിലാഷങ്ങളെ നമ്മൾ ജയിക്കുവാൻ തുടങ്ങും, അല്ലെങ്കിൽ ജഡത്തിൻ്റെ മോഹങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ആത്മാവ്, ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ആത്മാവ് വിശുദ്ധവും അതുപോലെ തന്നെ പൂർണ്ണവുമായി പെർഫെക്റ്റ് ആൻഡ് ഹോളിയാണ്. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് വിശുദ്ധവും ഹോളിയായി. എന്നാൽ നമ്മുടെ ഫ്ലഷ് ആൻഡ് സോൾ നോട്ട് യെറ്റ് ഫുള്ളി എന്ത് ചെയ്തില്ല, റിഡീംഡ് ആയിട്ടില്ല, വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ജഡത്തിൻ്റെതായ മോഹങ്ങൾ നമ്മളെ ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കും, നമ്മളോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ കർത്താവിന് നല്ലവണ്ണം അറിയാം. ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും ആത്മാവിൻ്റെ ആഗ്രഹങ്ങളും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ടെന്ന്. അതാണ് ഗലാത്യർ 5:17 പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പോൾ ജഡാഭിലാഷം ആത്മാവിനും, ആത്മാവിൻ്റെ അഭിലാഷം എന്തിനു വിരോധമായിരിക്കുന്നു? ജഡത്തിനും വിരോധമായിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമ്മളെപ്പോഴും ചിന്തിക്കുക, ഇനി ഞാൻ കോപിക്കത്തില്ല എന്നൊക്കെ നമ്മളങ്ങ് തീരുമാനമെടുക്കും. പക്ഷേ സാഹചര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ കയറി അങ്ങ് കോപിക്കും. അതാണ് പറയുന്നത്, ജഡാഭിലാഷവും ആത്മാവിൻ്റെ അഭിലാഷമാണ് ഇനി കോപിക്കത്തില്ല, ഇനി നമ്മൾ അങ്ങനെ, അല്ലെങ്കിൽ ഇനി ആ കള്ളം ഞാൻ പറയത്തില്ല എന്നൊക്കെയുള്ളൊരു ഡിസിഷൻ നമ്മളിൽ വരുന്ന ആത്മാവിൻ്റെ തീരുമാനം. എന്നാൽ സാഹചര്യവശാൽ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജഡാഭിലാഷം, അല്ലെങ്കിൽ അറിയാതെ അങ്ങ് കോപിച്ചു പോവുക, അറിയാതെ അങ്ങ് നമ്മൾ എന്ത് ചെയ്യുക, അറിയാതെ നമ്മളങ്ങ് കള്ളം പറഞ്ഞു പോവുക, അത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കുവാൻ കഴിയും. നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശു ക്രിസ്തു നമ്മളെ സഹായിക്കുവാൻ തയ്യാറാണ്. എബ്രായർ 2:17 പറയുന്ന പോലെ, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായി. അപ്പം യേശു ഈ ഭൂമിയിൽ 33 വർഷക്കാലം പൂർണ്ണ മനുഷ്യനായി ജീവിച്ചപ്പോൾ ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ എന്തെന്നുള്ളത് യേശുവിന് നല്ലവണ്ണം അറിയാം. അപ്പം നമുക്കതിനെ ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വാ തുറന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഈ കോപത്തെ ജയിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ പലപ്പോഴും പരിശ്രമിച്ചു, ഇനി കോപിക്കത്തില്ല, ഞാൻ പിടിച്ചു വെച്ച് നോക്കി, ഇനി ഞാൻ കോപം ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പലതരത്തിലുള്ള ജഡീക മോഹങ്ങളെ, കർത്താവേ, എനിക്കത് ജീവിക്കാൻ കഴിയുന്നില്ല, എന്നെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മളെ സഹായിക്കുവാൻ ഹല്ലേലൂയ മതിയായവൻ തന്നെയാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർ 4:15 പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയ സർവ്വത്തിൽ. അപ്പം നമ്മുടെ ബലഹീനത പറയുമ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ മഹാപുരോഹിതൻ. കാരണം ഈ ഭൂമിയിൽ ജീവിച്ച് ഈ സാഹചര്യങ്ങളെയൊക്കെ കണ്ട് അതിജീവിച്ചു പോയ ആളാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുക, പറയുക, ജഡത്തിൻ്റെ അഭിലാഷത്തിനല്ല ഞാൻ ജീവിക്കുന്നത്, ആത്മാവിൻ്റെ അഭിലാഷത്തിന് ജീവിക്കുവാനാണ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നാം മരിക്കുമെന്നാണ് റോമാലേഖനം പറയുന്നത്. ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ആത്മാവിൽ ജീവിപ്പാൻ, ആത്മാവിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് പുതുബലത്തോടുകൂടെ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനിലും മുന്നേറുവാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ മുന്നേറുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകൾ എന്തെന്ന് നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ, നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് സഹായം ചെയ്യുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും ജഡീകമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിനോട് സംസാരിച്ചാൽ, കർത്താവ്, ഇന്ന വിഷയത്തെ ജയിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് പറയുന്നു, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, പലപ്പോഴും ചിന്തിച്ച് ഇനി പറയത്തില്ല, പക്ഷേ നമ്മൾ മാനുഷികമായി ജയിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേട്ട് നിങ്ങൾ അല്പസമയം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും പരാജയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തോറ്റുപോകുന്നു എന്ന് തോന്നുന്ന വിഷയങ്ങൾ ഇപ്പോൾ കർത്താവുമായിട്ട് ഷെയർ ചെയ്താട്ട്, ഈ സമയത്ത് കർത്താവുമായിട്ട് ഷെയർ ചെയ്താട്ട്, പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്ന സ്വഭാവമാണോ, ഭയപ്പെട്ടു പോകുന്ന സ്വഭാവമാണോ, എന്തു തന്നെ ആയിക്കോട്ടെ, കർത്താവിനോട് ഷെയർ ചെയ്താൽ, കർത്താവിനോട് പറയാം, കർത്താവ്, ഇങ്ങനൊരു വിഷയത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്നു, എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ജഡീക മോഹങ്ങളെ ജയിക്കുവാൻ കഴിയും. പിതാവേ, തന്നെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡമോഹങ്ങളെ ജയിക്കുന്നവരാക്കി തൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഉയർച്ച പ്രാപിക്കും, വിശാലമാകും, നമ്മൾ അത്ഭുതമായി മാറും. Hallelujah. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.